ഇവരിനി കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ പേടി. അതും പരിശോധിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, അതുപോലെ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യുന്ന ട്രെയിനേഴ്സ് അല്ലേ, ട്രെയിനേഴ്സ് ഇവരെപ്പോലുള്ള ആളുകളൊന്നും ഇത് ചെയ്യുമെന്ന് നമ്മൾ കരുതുന്നില്ലല്ലോ. വടകരയിലൊരു MDMA കേസ് വളരെ ദൗർഭാഗ്യമായ കാര്യം. 3 ടീച്ചർമാരാണ് അറസ്റ്റിലാവുന്നത്. സ്കൂളുകൾ ലഹരി പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ടീച്ചർമാർ തന്നെ ഇതിൽ ഇൻവോൾവ് ആവുന്ന ഒരു അവസ്ഥയാണ്. വളരെ വേദനാജനകമായ സംഭവമാണ് വടകരയിൽ ഉണ്ടായത്. 3 ടീച്ചേഴ്സിനെ അറസ്റ്റ് ചെയ്തു. ഇനിയും കണ്ണികൾ കിട്ടാനുണ്ട്. അതിൻ്റെ പരിശ്രമത്തിലാണ്. അത് വടകര റൂറൽ SP മെറിൻ ജോസഫ് അടക്കമുള്ള ടീം നന്നായി അത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതിൻ്റെ പിന്നിൽ കണ്ണികളുണ്ട് എന്നാണ് വിവരം. ഇത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അധ്യാപകർ ഇതിൻ്റെ പിന്നിൽ, ഇതിൻ്റെ വിൽപ്പനക്കാരായി മാറുന്നു, പണം സമ്പാദിക്കുന്നു. ഇവരിനി കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ പേടി. അതും പരിശോധിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, അതുപോലെ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യുന്ന ട്രെയിനേഴ്സ് അല്ലേ, ട്രെയിനേഴ്സ് ഇവരെപ്പോലുള്ള ആളുകളൊന്നും ഇത് ചെയ്യുമെന്ന് നമ്മൾ കരുതുന്നില്ലല്ലോ. ഓപ്പറേഷൻ തുഫാൻ കൊണ്ട് അങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങൾ തന്നെ മുന്നോട്ട് വന്ന് ഈ കാര്യങ്ങൾ പറയുക. TG മോഹൻദാസിന്റെ വളരെ മോശമായ പരാമർശങ്ങൾ ജൻസിക്കെതിരെ നടത്തുന്നു, അവർ വെടിവെച്ച് കൊല്ലണമെന്ന് ആവശ്യപ്പെടുന്നു, സമരം ചെയ്യുന്നവരെ. അതിനിപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? അതിന്റെ വിശദാംശങ്ങളൊന്നും. അതിന്റെ FIR എടുത്തു, കേസെടുത്തു. അതിന്റെ അന്വേഷണം ഞാൻ ഈ പരാതി മുഖ്യമന്ത്രി എനിക്ക് നൽകിയപ്പോൾ തന്നെ അത് സൈബർ ക്രൈംസിന്റെ IG പ്രകാശിനെ ഏൽപ്പിച്ചു. പ്രകാശ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ FIR ഇട്ട് അന്വേഷണം ആരംഭിച്ചു. ശക്തമായ നടപടി ആ കാര്യത്തിൽ ഉണ്ടാവും. അന്വേഷണം നടക്കട്ടെ. ആരാ അല്ല, അത് ആ കേസ് പരിശോധിക്കാൻ DGPയോട് പറഞ്ഞിരിക്കുകയാണ്. ഏതെല്ലാം തരത്തിലുള്ള കേസാണ്, എങ്ങനെയാണെന്ന് പരിശോധിക്കണമല്ലോ. അതിനകത്ത് ഞങ്ങൾക്ക് ഒരു നിർബന്ധമില്ല ഇക്കാര്യത്തിൽ. കേസെടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ പല സ്ഥലങ്ങളിലും പോലീസിനെ ആക്രമിക്കുക, ബാരിക്കേഡ് തകർക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ശരി, അത് പരിശോധിക്കാൻ DGPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യപ്പെട്ട് അനാവശ്യമായി ചുമത്തിയ കേസുകളൊക്കെ അതിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും.